നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. 6 വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ വെസ്റ്റ് ഹിൽ സ്വദേശി KT വിജിലിന്റെ കേസിൽ വൻ വഴിത്തിരിവ്. സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തെരച്ചിലിൽ വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തി. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും കണ്ടെത്തിയിട്ടുണ്ട്. തലയൊട്ടി ഒഴികെയുള്ള അസ്ഥിഭാഗങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. 2019 മാർച്ച് 24 കാണാതായ വിജിലിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ യുവാവിനെ ചതുപ്പിൽ കുഴിച്ചു മൂടിയതായി സുഹൃത്തുക്കൾ മൊഴി നൽകിയിരുന്നു. ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വിജിലിനെ സരോവരത്തെ കുഴിച്ചു മൂടിയെന്നായിരുന്നു സുഹൃത്തുക്കളുടെ മൊഴി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ട് ഇവിടെ ഈ തെരച്ചിൽ വിജിലന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അന്വേഷണ വേളയിൽ 2019 രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസ് ആ സമയത്ത് മിസ്സിംഗ് കേസായിട്ട് തന്നെ അന്വേഷിച്ചു. അപ്പോൾ കഴിഞ്ഞ 1 വർഷ കാലയളവിൽ കോഴിക്കോട് സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ, അതിൽ പ്രത്യേകിച്ച് മിസ്സിംഗ് കേസുകൾ എടുത്തു പറയുന്നത് ബഹുമാനപ്പെട്ട കമ്മീഷണർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ആ കേസുകൾ റിവ്യൂ ചെയ്യുന്നതും സാർ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത മിസ്സിംഗ് കേസുകളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഈ വിജിലിൻ്റെ തിരോധാനം അത് അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിലേക്ക് കലാശിച്ച കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പോൾ 2019 രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസ് നമ്മൾ ഈ 2025 ഓഗസ്റ്റ് മാസത്തിലാണ് 304 IPC ആയിട്ട് സെക്ഷൻ ആൾട്ടർ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 6 വർഷം മുൻപ് നടന്ന സംഭവമാണ്. അന്ന് സുഹൃത്തുക്കൾ ചേർന്ന് വിജിലിനെ കുഴിച്ചു മൂടുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതും സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അവിടെ സുഹൃത്തുക്കൾ നൽകിയ മൊഴി, ഈ ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിക്കുന്നു, ആ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ, അതായത് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വിജിലിന്റെ മൃതദേഹം കുഴിച്ചു മൂടിയെന്നായിരുന്നു സുഹൃത്തുക്കളുടെ മൊഴി. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ കേസിൽ ഈ വിജിലിന്റെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് എത്രത്തോളം നിർണായകമാണ്? ടോം, നമുക്കിപ്പോൾ കാണാം സരോവരത്തെ ഒരു വിശാലമായ ചതുപ്പ് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. പുറത്ത് നമ്മൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം ദുഷ്കരമായൊരു ഇടമാണ്. സരോവരത്തെ ട്രേഡ് സെന്ററിന് പിൻവശത്തായി ഒരു ഭാഗം പൂർണ്ണമായും വെള്ളം, ഒരാൾ പൊക്കത്തിലാണ് പലപ്പോഴും ഈ ചതുപ്പ് ചെളി നിറഞ്ഞ് നിൽക്കുന്നത്. ആദ്യ ദിവസങ്ങൾ ഇവിടേക്ക് വരാൻ പോലും ദുഷ്കരമായിരുന്നു. എന്തായാലും ഈ ഒരു മിഷന് നേതൃത്വം നൽകിയ ഇൻസ്പെക്ടർ പോലീസ് ഈ രഞ്ജിത്ത് സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ, ഒരു വല്ലാത്ത ദൗത്യമായിരുന്നല്ലേ? ആദ്യ ദിവസങ്ങളിൽ ഒരുപക്ഷെ കിട്ടുകയില്ല എന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നു. ഇവിടുത്തെ ഒരു ടെറൈൻ നമ്മൾ അത്രയും ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ സേനാംഗങ്ങൾ അസീസ്, സിദ്ദിഖ്, ഇവര്, പിന്നെ നമ്മുടെ കടാവലിക് ഡോഗ് ടീം, പിന്നെ നമുക്ക് ഈ സഹായിച്ച KMC, മിഡ്ലാൻഡ്, അങ്ങനെ അതിന്റെ എഞ്ചിനീയർമാർ, അതിന്റെ കോൺട്രാക്ടർ, അവരൊക്കെ കൂടെ വന്നിട്ടാണ് എല്ലാവരും, പിന്നെ നമ്മുടെ ഫയർഫോഴ്സ് വെള്ളിമാട് വന്ന് ഒക്കെ എല്ലാവരും ഈ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ പലവട്ടം ഈ നമ്മുടെ ഈ ഹിറ്റാച്ചി ഭൂമിക്കടിയിലേക്ക് തന്നെ താഴ്ന്നു പോയി ഇന്ന സാഹചര്യം ഉണ്ടായി. കുറച്ച് പ്രതികൂല കാലാവസ്ഥയാണ്. പക്ഷേ നമുക്കിത് സത്യം അവസാനം വിജയിക്കുമെന്നും തെളിവ് കിട്ടുമെന്നും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഈ ആദ്യം വലിയ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു അല്ലേ? ഇവിടേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് നടന്നു വരും. ഇതൊരു പുതിയ വഴിയാണ് ടോം. നമുക്ക് കാണുമ്പോൾ ഇതൊരു സ്ഥലമാണെന്ന് തോന്നിയാലും ഇത് പൂർണ്ണമായും ഈ സന്നദ്ധ പ്രവർത്തകരും പോലീസും ഒക്കെ ചേർന്ന് നിർമ്മിച്ച ഒരു വഴിയാണ്. അങ്ങനെ വഴി ഇവിടേക്ക് നിർമ്മിച്ച് ഹിറ്റാച്ചി ഇവിടെ കൊണ്ടുവന്നാണ് ഇല്ലേ? അതെ 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 വഴി തന്നെ നിർമ്മിച്ചെടുത്തതിന്. അതെ 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 നമുക്കല്ലാതെ ഇത് കോരാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. കാരണം അല്ലാതെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇവർ ഇറങ്ങിയിട്ട് ഇവർക്ക് താഴോട്ട് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഒരുപാട് ഈ സെഡിമെന്റേഷൻ ഉണ്ടായിട്ട് നമ്മുടെ ഫ്ലഡ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രകൃതിയിലെ മാറ്റങ്ങൾ ഉണ്ടായല്ലോ. പിന്നെ നമുക്ക് ഒരു ചെറിയ വഴി ഇങ്ങനെ അവിടെ നിർമ്മിക്കുക ആയിരുന്നു മാർഗം. അതിന് നമ്മുടെ നാഷണൽ ഹൈവേയുടെ KMCക്കാരും പിന്നെ ഇവിടെ ഉള്ള ഒരു കോൺട്രാക്ടർ മിഡ്ലാൻഡിന്റെ എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും വന്നിട്ടാണ് ഇത് നമുക്ക് ഈ ഹിറ്റാച്ചി, ഈ മറ്റേ ചെറിയ കോരുന്ന ചെറിയ ടൈപ്പ് JCB ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തത്. അതും പിന്നെ നമ്മുടെ ഈ സിദ്ദിഖ്, അസീസ് ടീമിന്റെ ഒരു നിർലോഭമായ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മിഷൻ സക്സസ് ആയത്. പിന്നെ ഇവർ നമ്മുടെ കൊച്ചി സിറ്റിയിലെ കടാവറിക് ഡോഗ്സ് ടീമിന്റെ സഹായം. ടോമി, കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമായി ചെളിക്കകത്ത് നിന്ന് ആണ് അവർ ജോലി ചെയ്തിരുന്നത്. കടാവർ ഡോഗുകൾ അല്ലേ? നിങ്ങൾ പലയിടത്തും ചൂരൽമലയിലൊക്കെ നിങ്ങളെ കണ്ടിട്ടുള്ള ആളുകളാണ്. അതെ അതെ, ചൂരൽമലയിൽ അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടി തൊട്ടടുത്ത് 2 മാസം മുമ്പ് നമ്മൾ തെലങ്കാന ഒരു ടണൽ ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ ഡെഡ് ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി പോയതാണ്.
അവിടെ 8 ബോഡിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 2 ബോഡിയെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചുള്ളൂ. ബാക്കി 6 സാധിച്ചില്ല. കാരണം അത് ഉത്ഭവ സ്ഥാനത്തായതുകൊണ്ട് തന്നെ അവിടെ ഡിഗ് ചെയ്യുന്നത് അപകടകരമായതുകൊണ്ട് അവിടെ അങ്ങോട്ട് പോയില്ല. ബാക്കി 2 ബോഡി നമുക്ക് അവിടെ ഇവിടെ വലിയ ചെളിയാണ് അല്ലെ? ഇവിടുത്തെ ഒരു നിൽപ്പും ഈ ദുഷ്കരമായ ഇടങ്ങളിലൊക്കെ പോകുന്ന വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അത് തന്നെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വയനാടാണെങ്കിലും അവിടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ടെറൈനിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ തന്നെ ഈ കുഴി ഒരിക്കലും കാണില്ല. അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കും. പക്ഷെ നമ്മൾ നടന്നു ചെല്ലുമ്പോഴായിരിക്കും നേരെ താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അപകടം പിടിച്ചത് തന്നെയാണ്. ഇനി ഇതിനകത്ത് മറ്റൊരു ഏറ്റവും തെരച്ചിലിന് ഊർജ്ജമായി മാറിയത്, അല്ലെങ്കിൽ അവരാണ് അക്ഷരാർത്ഥത്തിൽ ഈ മണ്ണിനടിയിൽ ഇറങ്ങി ദേഹത്തൊക്കെ കണ്ടോ മൊത്തം ഈ ചതുപ്പ് ചെളിയാണ്. അസീസ്ക, എങ്ങനെയുണ്ടായിരുന്നു ഇത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ ഇത് എടുക്കാൻ പറ്റുമെന്ന്? ഞങ്ങളിത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ റോട്ടിന്റെ മുകളിൽ നിൽക്കാതെ, അതായത് എലത്തൂർ പോലീസ് അതോടൊപ്പം IPSR ഉൾപ്പെടെയുള്ള ആളുകളും പ്രതികളുമാണ് ആദ്യം ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളല്ല, പ്രതികൾ മുമ്പിൽ അതിന്റെ തൊട്ട പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലമാണ് ഈ കാണുന്ന മരത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കുറച്ച് നീളത്തിലുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് 6 ദിവസവും ഈ ഭാഗത്ത് കഴുത്തറ്റം മുങ്ങി ഈ ആടച്ചളിയിൽ നിന്നാണ് ഞങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം സാറ് നേരത്തുള്ള ഞങ്ങൾക്ക് ഷൂ കിട്ടി. പിന്നെ 2ാമത് ദിവസം നമ്മൾ ഇന്നലെ അടിയിൽ കല്ല് കണ്ടിട്ടുണ്ടെങ്കിലും അത് കല്ല് പൂർണ്ണമായില്ല. ഇന്ന് ഞങ്ങൾ രാവിലെ ഇതിൻ്റെ ഈ തോടിൻ്റെ കിഴക്ക് മാറി അവിടെ വലിയ കായൽ ചെടികളും അതോടൊപ്പം തന്നെ വലിയ സീമക്കൊന്നൻ്റെ വലിയൊരു ശിഖരവും അത് ഫയർഫോഴ്സിൻ്റെ കട്ടർ കൊണ്ടുവന്ന് അത് സാറ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് IPSR തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അത് കട്ട് ചെയ്ത് ആ സാധനങ്ങൾ മുഴുവൻ മാറ്റി ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തപ്പം അവിടുന്ന് ആദ്യം തന്നെ കയ്യിൻ്റെ ചെറിയൊരു എല്ല് കിട്ടി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കല്ല് കിട്ടി. അങ്ങോട്ട് ഏതാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒട്ടനവധി 10-42 വർഷമായി ഞാൻ ഈ രംഗത്ത് സജീവാണെങ്കിലും ഇതുപോലത്തെ ഒരു ആടച്ചളിയിൽ നിന്ന് കൗത്തറ്റം നിന്നുകൊണ്ട് ഈ ചളിയിൽ നിന്ന് ഇതുപോലൊരു യജ്ഞം നടത്താൻ ഞങ്ങൾ സാധിച്ചിട്ടില്ല. ഇന്നാണ് ഞങ്ങൾ അത് പൂർണ്ണമാണ്. എന്നിരുന്നാലും ഈ യജ്ഞത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, കടാവർ നായയുടെ ഉദ്യോഗസ്ഥന്മാർ, നായ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ഇറ്റാച്ചി, അതോടൊപ്പം പിന്നെ മോട്ടർ, അങ്ങനെ എല്ലാവരും ഇതിനു വേണ്ടി ഇവർ ഉദ്യോഗസ്ഥന്മാർ സെലക്ട് ചെയ്ത ആളുകളെല്ലാം കട്ടക്ക് നിന്നുകൊണ്ട് പ്രവർത്തിച്ച്, അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള 6 ആളുകളും ഈ 6 ആളുകളും സാധാരണക്കാരാണ്. എന്നിരുന്നാലും ഈ ഒരു 6-7 ദിവസം ഊണും ഉറക്കില്ലാതെ തന്നെ ഈ സാധനങ്ങൾ ഇത്രയും ചളീൻ്റെ ഇടയിൽ, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ചളീൻ്റെ ഇടയിൽ നിന്നാണ് ഈ അസ്ഥികൾ മുഴുവനും ഞങ്ങൾ പെറുക്കിയെടുത്തത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നായികക്കല്ലാണ് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചത്. ടോമ, ഇത് കാണുമ്പോൾ ചെടിയൊക്കെ പറ്റി നിൽക്കുമ്പോൾ നമ്മൾ ഈ പണമൊക്കെ നൽകിയുള്ള ഒരു ജോലി ചെയ്താണെന്ന് കരുതണ്ട. തികച്ചും സൗജന്യമായാണ് ഇവർ ഈ കഴുത്തോളം ചെളിയിൽ നിന്ന് ഈ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തത്, ഇല്ലേ? പണമൊന്നും വാങ്ങാതെയാണ്. അതുകൂടി പ്രത്യേകം പറയുന്നത്. ഇന്നത്തെ ഈ സമയം വരെ ഇപ്പം 4230ാമത്തെ ബോഡിയാണ്. ഇന്ന് വരെ ഒരു ചില്ലിക്കാശ് ഒരു സ്റ്റേഷനിൽ പോലും വാങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ യജ്ഞത്തിന് പോകുന്ന ഞങ്ങൾ ആളുകൾ ആരും ആൻസോ പാൻപരാഗോ മദ്യോ സിഗരറ്റോ ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ വന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ തന്നെ മടങ്ങിപ്പോകുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ചായ, ഞങ്ങളെ ഭക്ഷണങ്ങൾ ഞങ്ങളതാണെങ്കിലും ഇത് ഇന്നലെ മെനിയാന്നായിട്ട് IPSRന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ കുടിക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഹോട്ടലിൽ പോകാൻ പറ്റാത്ത ഒരു കാരണം ഉണ്ടല്ലോ, ഇതുപോലത്തെ ചളിയിലാണ്. എന്താണെങ്കിലും വളരെ ഉഷാറായിട്ട് നല്ല ആത്മാർത്ഥപരമായിട്ട് സേവന പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അല്ല, ഇവര് സ്നേഹപൂർവ്വം പൈസയൊക്കെ തന്നാലും എന്താണ് സ്വീകരിക്കാത്തത്? ഇല്ല, പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം എന്താ അറിയോ, ഞങ്ങളൊക്കെ നല്ലോണം അധ്വാനിക്കാൻ പോണ ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പിന്നെ പല രീതിയിൽ സാമ്പത്തികമുള്ള ആളുകളൊക്കെ തന്നെയാണ്. അധ്വാനിക്കാൻ പോണവരുണ്ട്, സാധാരണക്കാരുണ്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിലും ഇന്ന് വരെ ആരോടും ഒരു ഉറുപ്പ്യ പോലും വാങ്ങാതെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം പണം വാങ്ങാത്ത എന്താ പണം വാങ്ങാത്ത എന്താ വെച്ചാൽ 42 വർഷം മുമ്പേ ഞാൻ തോട്ടിൽ വീണ ഒരു കുട്ടിയെ പൊക്കിയെടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ പിന്നെ വിവാഹ ആഘോഷങ്ങൾ എവിടെയെങ്കിലും നടക്കുമ്പോഴാണ് നമ്മളെ വിളിക്കേണ്ടത്. നേരെ മറിച്ച് ഒരു വീട്ടിൽ ഒരു മരണം അല്ലെങ്കിൽ ഒരാൾ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായാൽ നമ്മൾ അവിടെ പോയി പ്രവർത്തിക്കുമ്പോൾ അമ്മ ആരും വിളിക്കേണ്ടതില്ല. പടച്ചോമ്പാത്ത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും. അവിടെ ചെന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന ഒരു സംഭവമാണ് ജീവകാരുണ്യ പ്രവർത്തനം. അതിൽ നിന്ന് ചില്ല് കാശ് പോലും വാങ്ങാതെ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗം നമുക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താ വെച്ചാൽ വട്ടപൂജത്തിൽ നിന്നും ഉമ്മ നേരം വെളുക്കോളം ചൂടി വിരിക്കും, നേരം വെളുത്തൻ്റെ ഓലമടി. അത്രയും വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ നിലയിൽ എത്തിയത് മുഴുവൻ. ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളും ഒന്നുക്കൊന്നും മെച്ചമുള്ള ആളുകളാണ്. എന്തായാലും മനസ്സിന് വലിയ ആത്മവിശ്വാസമുണ്ട്. ടോം, അതാണ് അവരുടെ വാക്കുകൾ തന്നെ ഉണ്ട്. കാരണം അവരിതുവരെ ഒരുപാട് മൃതദേഹങ്ങൾ പലയിടങ്ങളിൽ നിന്നായി വീണ്ടെടുത്തിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ദുഷ്കരമായ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോഴും കാണാം ദൃശ്യങ്ങളിൽ അവിടെ ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പ്രതികളെയൊക്കെ സ്ഥലത്ത് എത്തിച്ചിരുന്നു. ആ രീതിയിൽ ആ ചതുപ്പ് സ്ഥലത്ത് നിന്നും ആ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് മണ്ണ് കോരി കരക്കിടും. ആ കരക്കിടുന്ന മണ്ണിനകത്ത് നിന്നും
തിരയുകയാണ് ഈ അസ്ഥി കഷ്ണങ്ങളോ മറ്റോ കിട്ടുക. അത്തരത്തിൽ 53 അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇനി തലയോട്ടി ഇതുവരെ ലഭിച്ചിട്ടില്ല. തലയോട്ടിക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും നടക്കുന്നത്. ഇന്ന് ലഭിച്ച ഈ അസ്ഥി കഷ്ണങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കും. പിന്നീടാണ് DNA പരിശോധന അടക്കം നടത്തി ഈ മൃതദേഹം വിജിലിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. നിലവിൽ നരഹത്യ കുറ്റവും തെളിവ് നശിപ്പിക്കലും ഒപ്പം മൃതദേഹത്തോട് അനാദരവോടുകൂടി പെരുമാറി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിന് എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമൊക്കെ ശരീരത്തിലുണ്ടോ എന്ന് കണ്ടെത്തും. ഇതിനുശേഷമാവും കൂടുതൽ വകുപ്പുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതികളുടെ കുറ്റസമ്മത മൊഴി അനുസരിച്ചാണ് ഈ സ്ഥലത്താണ് ഈ മൃതദേഹം കുഴിച്ചിട്ടതെന്ന് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തിയപ്പോൾ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായ ഒരു ആസൂത്രണം അവിടുത്തെ ആ സന്നദ്ധ പ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം ഇത്രയും ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ അവിടെ തിരച്ചിൽ നടത്തുന്നു, അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തുന്നു. പക്ഷെ ഇപ്പോഴും ഈ തലയോട്ടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്ത് കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ? അതോ ഈ അസ്ഥിഭാഗങ്ങൾ വിജിലിൻ്റെതാണെന്ന് DNA പരിശോധനയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇനി തലയോട്ടി ലഭിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലാണോ? അതോ നിലവിൽ എങ്ങനെയാണ്, എന്താണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം, നീക്കങ്ങൾ? ടോം, പൂർണ്ണമായും ശരീരഭാഗങ്ങൾ കണ്ടെത്തണമെന്നത് കേസിൽ നിർണായകമല്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇതിനകം തന്നെ തെളിവുകൾക്ക് പര്യാപ്തമായ അസ്ഥി കഷ്ണങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ തെരച്ചിൽ തുടരുകയാണ്. കാരണം തലയോട്ടി കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് കേസിനെ കുറച്ചുകൂടി ഗുണകരമായി ബാധിക്കും. പക്ഷേ അതില്ലെങ്കിൽ പോലും തൽക്കാലം കുഴപ്പമില്ല. കാരണം എങ്ങുമില്ലാതെ ഒരു തിരോധാന കേസായി ഒരു തെളിവുകൾ പോലും ഇല്ലാതെ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന ഒരു കേസാണ്. കോഴിക്കോട്ടെ പോലീസിന്റെ ഒരു ജാഗ്രത മൂലം ഈ ഒരുപാട് നാളുകളായി നടക്കുന്ന തിരോധാന കേസുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പ്രതികളുടെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു വിജിൽ. വിജിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ബൈക്കും മൊബൈൽ ഫോണും ഒക്കെ സൂക്ഷിച്ച ശേഷം കാമുകിക്കൊപ്പം പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് പ്രതികൾ നടത്തിയത്. അത്തരം ഒരു വാക്കുകൾ തന്നെ ആവർത്തിച്ച് നിലനിൽക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത് തന്നെയാണ് പ്രതികൾക്ക് ഒരു പക്ഷേ തിരിച്ചടിയായി മാറിയത്. കാരണം ഈ പോലീസ് പ്രത്യേകിച്ചും CI ആയ രഞ്ജിത്ത് ഇത് പരിശോധിച്ചപ്പോൾ അച്ചടിച്ച രീതിയിലുള്ള 3 മൊഴികളാണ് പോലീസിന് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞത്. കാരണം ഒരു വള്ളി പുള്ളി പോലും വ്യത്യാസമില്ലാതെയാണ് പ്രതികളുടെ മൊഴി ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കാണാം, അവിടെ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ് 3 മൊഴികളിലും പറഞ്ഞിരുന്നത്. ഈ കൃത്യം നടന്ന അന്ന് ഈ പ്രതിയുടെ ഈ വിജിലൻ്റെ ഫോൺ ഈ സരോവരം പരിസരത്ത് ആദ്യം സ്വിച്ച് ഓഫ് ആവുന്നു. അതിനുശേഷം മൊബൈൽ ഫോണിൽ നിന്നും യാതൊരു അനക്കവും ഉണ്ടായിരുന്നു. അതായത് ഈ സരോവര ഭാഗത്തും നിന്നാണ് ഏറ്റവും ഒടുവിൽ സിഗ്നൽ ലഭിച്ചത്. പക്ഷേ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയോടുകൂടി ആനിഹാൾ റോഡിൻ്റെ സമീപത്ത്, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപ ഭാഗത്ത് ഈ വിജിലിൻ്റെ ഫോൺ ഓൺ ആവുകയും അതിലൊരു എയർടെലിൻ്റെ സർവീസ് മെസ്സേജ് ഡെലിവർ ആവുകയും ചെയ്തു. അതാണ് കേസിലെ ഒരു നിർണായക ഘടകമായി പോലീസ് വിലയിരുത്തുന്നത്. കാരണം പിറ്റേ ദിവസം വീണ്ടും തലേദിവസം ഓഫായ ഫോൺ പിറ്റേ ദിവസം വീണ്ടും ഓണായി എന്ന് പോലീസ് അതിൽ നിന്നും കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയപ്പോഴാണ് ഈ സരോവരത്തു നിന്നും എന്തായാലും മറ്റൊരു സ്ഥലത്തേക്ക് വിജിൽ പോയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടന്നിരിക്കാം എന്നൊരു നിർണായക വിവരം പോലീസ് ലഭിക്കുന്നത്. എന്തായാലും അത്തരം തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതികളെ വളരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒടുവിൽ പ്രതികൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ മൃതദേഹം കുഴിച്ചിട്ടു, മൃതദേഹത്തോട് അനാദരവ് കാട്ടി തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും എന്തെങ്കിലും അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനകളുണ്ട്. അതായത് ഈ മൃതദേഹം കടന്ന സ്ഥലത്തെ ചെളിയിലെയും ഒപ്പം ഈ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തെ ചെളിയിലെയും ഒക്കെ രാസപരമായ മാറ്റങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാവും ഒരുപക്ഷെ കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തേണ്ടി വരുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ ഒരു ആലോചനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. നിലവിൽ 2 പ്രതികളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഒരാൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ടോം. യെസ്, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെയാണ് അന്വേഷണ സംഘം കടന്നുപോയത്. കാരണം 6 വർഷം മുൻപ് 2019 കോഴിക്കോട് നിന്ന് കാണാതായ, വെസ്റ്റ് ഹില്ലിൽ നിന്ന് കാണാതായ വിജിൽ എന്ന യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായിരുന്നു. ഏറ്റവും ഒടുവിലാണ്, അതായത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ചില നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അങ്ങനെ വിജിലിൻ്റെ സുഹൃത്തുക്കളെ 2 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. ഒരാൾ ഇപ്പോഴും പിടികൂടാനുണ്ട്.
പക്ഷേ ഈ പ്രതികളുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വസനീയമാണോ? ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇനി എന്താണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് കൂടി നോക്കാം. ധർമ്മസ്ഥല ബംഗളഗുഡയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം തേടി SITയുടെ അന്വേഷണം തുടരുകയാണ്. മനുഷ്യവാസമില്ലാത്ത ഇവിടം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 8ഓളം മനുഷ്യാസ്ഥികൂടങ്ങളാണ്. ഇതോടെ ഈ പ്രദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വലയിലാണ്. ആദ്യ ദിനം മഹസർ തയ്യാറാക്കാനായി പോയപ്പോൾ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും രണ്ടാം തവണ പോയപ്പോൾ 5 മൃതദേഹങ്ങൾ താൻ നേരിട്ട് കണ്ടതായും വിട്ടലഗൌഡ പറഞ്ഞു. കണ്ട കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാഴ്ചകൾ ഉറക്കം കെടുത്തിയെന്നും ವಿಠಲಗೌಡ ವ್ಯಕ್ತಮಾಡಿದರು. ನಮಸ್ತೆ, ನಾನು ವಿಠಲಗೌಡ, ಸೌಜನ್ಯ ಮಾವ. ಫಸ್ಟಿಗೆ ನನ್ನನ್ನು ಮಾಜರಿಗೆ ಕರ್ಕೊಂಡೋಗಿದ್ರು. ಅಲ್ಲಿ ಸುವಾಗ 3 ನಮಗೆ ಒಂದು ಬುರುಡೆ ಸಿಕ್ಕಿದೆ ಅಲ್ಲಿ ಮೇಲೆ. ಎರಡನೇ ಸಲ ಹೋಗುವಾಗ 5 ನನ್ನ ಕಣ್ಣ ಎದುರಿಗೆ 5 ಸಿಗುತ್ತೆ. ಅದರಲ್ಲಿ ಒಂದು ಮಗುದು ಅನ್ನೋದು ಕಾಣ್ತದೆ. ನಂತರ ಅದರ ಪಕ್ಕದಲ್ಲಿ ಒಂದು 6-7 ಮಣ್ಣಿನ ಮಡಿಕೆ ಕಲಶ ಅಲ್ಲಿ ಸಿಗುತ್ತೆ. ಒಂದು ಸ್ಟಿಕ್ಕು, ಒಂದು ಕನ್ನಡಕ, ಒಂದು ಗ್ಲಾಸು, ಮತ್ತೊಂದು ಮೊಬೈಲ್ ಒಂದು ಕವರು, ಬ್ಯಾಕ್ ಕವರು ಸಿಗುತ್ತೆ. ಅದು ನೋಡಿದ ತಕ್ಷಣ ನಮಗೆ ಮೇಯೆಲ್ಲ ಜುಮ್ಮ ಒಂದು ಸಲ ಆಯಿತು. ಯಾಕಂದರೆ ಅವತ್ತು ನಾನು ನಿನ್ನೆ ನಿದ್ದೆ ಮಾಡಲಿಲ್ಲ, ಬೇಜಾರಾಯಿತು. ನಮ್ಮ ಕ್ಷೇತ್ರದಲ್ಲಿ ಈ ಥರ ಆಗ್ತಾಯಿದೆಯಾ ಅನ್ನೋದು ಸ್ವಲ್ಪ ತುಂಬ ಬೇಜಾರಾಯಿತು. ಅದು ಸರಿಯಾಗಿ ತನಿಖೆ ಮಾಡಬೇಕು. ಅದಕ್ಕೆ ಯಾರು ಅದನ್ನು ಕೊಲೆ ಮಾಡಿದ್ದಾರೆ, ತಂದು ಯಾರು ಬಿಸಾಡಿದ್ದಾರೆ ಅನ್ನೋದು ನಮಗೆ ಅದು ತನಿಖೆ ಆಗಬೇಕು. ಮತ್ತು ಅದರಲ್ಲಿ ನಮ್ಮ ಸೌಜನ್ಯಗೆ ನ್ಯಾಯ ಸಿಗುತ್ತೆ. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ധർമ്മസ്ഥലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിഠലഗൌഡയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. അതായത് മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ, ഭയാനകമായ കാഴ്ചകളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ 8 മൃതദേഹാവശിഷ്ടങ്ങൾ, അസ്ഥികൂടങ്ങൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും SITയുടെ തിരച്ചിൽ ബംഗളഗുഡയിൽ നടക്കുന്നുണ്ടോ? എന്താണിപ്പോൾ ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്? ടോമെ, ഞെട്ടിച്ചുകൊണ്ട്, അതായത് SIT സംഘത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ബംഗളഗുഡ എന്ന് പറയുന്ന, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ച സ്ഥലമാണ് ബംഗളഗുഡ. അവിടെ നിന്നും ഇപ്പോൾ 2 പരിശോധന, അതായത് ആദ്യ മഹസർ തയ്യാറാക്കാൻ പോകുമ്പോൾ 3 മൃതദേഹങ്ങൾ, പിന്നീട് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം രണ്ടാമത് മഹസർ തയ്യാറാക്കാൻ പോകുമ്പോൾ 5 മൃതദേഹങ്ങൾ, അതായത് തലയോട്ടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ഒരു ചെറിയ കുട്ടിയുടെ തലയോട്ടി എന്നും ഈ ഇദ്ദേഹം തന്നെ വിഠലഗൌഡ പറയുന്നുണ്ട്. ഇതിൽ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇയാൾ ഈ തലയോട്ടി കൊണ്ടുവന്നത് ഈ സ്ഥലത്ത് നിന്നാണ്, അതായത് ബംഗളഗുഡയിൽ നിന്നാണ്. ആ തലയോട്ടി ഈ വിഠലഗൌഡ എന്ന് പറയുന്ന സൗജന്യയുടെ അമ്മാവനാണ് എടുത്തിട്ട് ഈ ശുചീകരണ തൊഴിലാളി ഏൽപ്പിച്ചത്. അതേതായാലും SITയുടെ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വിഠലഗൌഡയെയും കൊണ്ട് ഈ ബംഗളഗുഡയിലേക്ക് പോകുന്നതും ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പുറത്തു വരുന്നതും. എന്തായാലും ഇദ്ദേഹം പറയുന്നത് അവിടെ ഈ ഒരു യുദ്ധക്കളം പോലെയാണ് ആ വനപ്രദേശത്തിന്റെ അകത്തെത്തിക്കഴിഞ്ഞ ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ചിതറിയ നിലയിൽ നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ, അസ്ഥികളൊക്കെ ആ പ്രദേശത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഉപരിതലത്തിൽ തന്നെ ഒരുപാട് മൃതദേഹാവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതെല്ലാം SIT ശേഖരിച്ചിട്ടുണ്ട്. അതായത് 6 ബക്കറ്റുകളിലായാണ് ഈ അസ്ഥികൂടങ്ങളൊക്കെ അവിടെ നിന്നും ശേഖരിച്ച് SIT കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഫോറൻസിക് പരിശോധന നടത്താനുണ്ട്. ഇത് എത്ര പഴക്കമുണ്ട്, ഏത് രീതിയിലുള്ള മരണമാണ്, കൊലപാതകമാണോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഏതായാലും SITയുടെ അത്തരം അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, മന്ത്രവാദം നടന്നു എന്ന് സംശയിക്കപ്പെടുന്ന ചില വസ്തുക്കളൊക്കെ ഇതേ സ്ഥലത്ത് നിന്നും ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അത്തരത്തിലുള്ള പാത്രങ്ങളും വസ്തുക്കളൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അത് SIT കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരം കാര്യങ്ങൾ ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്. നേരത്തെ ആദ്യം, അതായത് 1ാം ഘട്ട പരിശോധനയിൽ 11A എന്ന് പറയുന്ന സ്ഥലം, അത് ഈ ബംഗളഗുഡ ഇതേ സ്ഥലമാണ്. അവിടെ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും ഒപ്പം ഒരുപാട് അസ്ഥികളും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്ന് മാത്രം 10ഓളം മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. തലയോട്ടി ഉൾപ്പെടെയുള്ള 10ഓളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിഠലഗൌഡ എന്ന് പറയുന്ന ഇദ്ദേഹം വ്യക്തമാക്കുന്നത്, ഇദ്ദേഹം ആക്ഷൻ കമ്മിറ്റി, സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയാണ്. ഇദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരുപാട് കൂടുതൽ മൃതദേഹങ്ങൾ ഈ പ്രദേശത്തുണ്ട്, താനത് കാട്ടിത്തരാമെന്നാണ് പറയുന്നത്. SIT ഏതായാലും ഈ സ്ഥലം കേന്ദ്രീകരിച്ച് വിശദമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ സ്ഥലം ഇപ്പോൾ
മുഴുവൻ പോലീസ് സുരക്ഷാ വലയത്തിലാണ്. ഈ ബംഗളഗുട്ടയിൽ ഇതിനകത്ത് കഴിക്കുന്ന രഹസ്യങ്ങൾ അത് പുറത്തു വരേണ്ടതുണ്ട്. അതിന് SIT ഏതായാലും മുന്നിട്ടിറങ്ങുന്നു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെയായിരുന്നു പരിശോധന. പക്ഷേ അതിനിടയിൽ ഈ പരിശോധന നടത്താൻ സംഘം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 5 മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ച സമയത്ത് അവിടെ എത്തിയപ്പോൾ ഒരു സംഘം, അതായത് ഡി ഗ്യാങ്ങിൽ ഉൾപ്പെടുന്ന എന്ന് സംശയിക്കുന്ന സംഘം പോലീസിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം അവിടെ ദൃശ്യം ചിത്രീകരിക്കാൻ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സംശയത്തിന് ഇട നൽകിയിട്ടുണ്ട്. ഏതായാലും ആ തദ്ദേശീയരായ ആളുകളോടൊക്കെ നമ്മൾ അവിടെ ഉണ്ടാകുമ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ബംഗളഗുട്ട എന്ന് പറയുന്ന ഈ വനത്തിനകത്ത് ആരും പ്രവേശിക്കാറില്ല എന്നാണ്. കാരണം അവരെ ഭയപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് കയറിയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന രീതിയിൽ ആളുകളെ ഭയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് കയറാൻ ആരും തയ്യാറാകാറില്ല. ഒരുപാട് രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു വലിയ ബംഗ്ലാവ്, അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ബംഗ്ലാവിന്റെ അവശിഷ്ടമായ ഒരു തറ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും നമ്മൾ ആ ബംഗ്ലാകുട്ടയുടെ അകത്ത് കയറാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അന്ന് അവിടെ ഇത്തരത്തിൽ പോലീസ് ഈ SIT അവിടെ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളായിരുന്നു. ഈ 1 മുതൽ 12 വരെ ഇതിന് ചുറ്റുമാണ് സ്ഥലങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് മുഴുവൻ പോലീസിന്റെ വലയത്തിലായിരുന്നു. അതിനകത്ത് തെളിവ് നശിപ്പിക്കും, അതല്ലെങ്കിൽ അത്തരത്തിൽ അതിനകത്ത് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനകത്ത് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ഈ ബംഗളകുട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്കോ പുറത്തുനിന്ന് ആളുകൾക്കോ ഇപ്പോൾ കടക്കാൻ അനുവാദമില്ല. ഇത് പോലീസ് വലയത്തിലാണ്. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അത് തന്നെയാണ് വിട്ല ഗൌഡ വ്യക്തമാക്കിയത്. പല രീതിയിലുള്ള ദുരൂഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ബംഗളഗുട്ടെ. നേരത്തെ ഈ വിട്ടൽ ഗൌഡ സൂചിപ്പിച്ചതനുസരിച്ച് ബൈജു ഈ ദുർമന്ത്രവാദത്തിന് ഉപയോഗിച്ച ചില വസ്തുക്കൾ, അസ്ഥികൾ അവിടെ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ദുർമന്ത്രവാദത്തിന് വേണ്ടി, മന്ത്രവാദത്തിന് വേണ്ടി ആരെങ്കിലും കൊലപ്പെടുത്തിയതാകുമോ, അതോ കൊലപാതകത്തിന് ശേഷം ഇവരുടെ ഈ അസ്ഥികൾ ഈ മന്ത്രവാദത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കാമോ? എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം? ടോമെ, അസ്ഥികൂടങ്ങൾ, മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന കാര്യത്തിൽ SITയുടെ ഭാഗത്തു നിന്ന് നമുക്ക് സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ലഭിച്ചതിന് SIT ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുർമന്ത്രവാദത്തിൽ രീതിയിലുള്ള കാര്യങ്ങൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടന്നു എന്ന് സംശയിക്കപ്പെടേണ്ടി വരും. എന്തായാലും അത് പോലീസ് അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. നമുക്ക് അതിലൊരു സ്ഥിരീകരണം നിലവിലില്ല. അത്തരം വസ്തുക്കൾ ഏതായാലും അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം SIT കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും കൂട്ടക്കൊലപാതകം അന്വേഷിക്കാനാണ് SIT പരിശ്രമിക്കുന്നത്. അതിൽ എന്തൊക്കെ വസ്തുക്കൾ കിട്ടുന്നതെന്നാണ് പരിശ്രമിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ദുരൂഹതകൾ ഈ ബംഗളഗുഡ എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിനകത്ത് വിശദമായ ഒരു പരിശോധന ഉണ്ടാകും. ഏക്കർ കണക്കിന് നീണ്ടെടുക്കുന്ന, ആരും കയറാത്ത, ആരും താമസമില്ലാത്ത ഒരു സ്ഥലമാണ് ബംഗളഗുഡ. ടോമെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ബംഗളഗുഡയിലൊക്കെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു പ്രധാന കാര്യമായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ വീട്ടിലെത്തി ഈ ഒരു കുടുംബത്തിന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് SIT വിപുലമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ഒരു പക്ഷേ നേരത്തെ വലിയ പ്രതിരോധവും അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് BJP ആയിരുന്നു. ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അയവ് വന്നിട്ടുണ്ട്. ഇവർക്ക് ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, സൗജന്യയുടെ കേസുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണത്തിന് പോവുകയാണെങ്കിൽ കുടുംബത്തിന് ഈ ധനസഹായം, നിയമസഹായം ഉൾപ്പെടെ നൽകുമെന്ന് BJP അധ്യക്ഷൻ ഇവർക്ക് ഉറപ്പ് നൽകിയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SITക്ക് ഇപ്പോൾ വളരെ സുഗമമായി ഈ അന്വേഷണത്തിലേക്ക് കടക്കാം. പക്ഷേ സങ്കീർണതകൾ ഏറെയുണ്ട്. വഴിത്തിരിവും ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നുണ്ട്. BJPയുടെ പിന്തുണ ആക്ഷൻ കൗൺസിലിന് ലഭിക്കുന്നു. സൗജന്യക്ക് മാത്രമല്ല, മറ്റ് ഇതുപോലെ ഇരകളാകപ്പെട്ടവർക്കും അവിടെ കൊല ചെയ്യപ്പെട്ടവർക്കും അല്ലെങ്കിൽ കാണാതായ യുവതികളുടെ കാര്യത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ആവശ്യമാണ്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് കഴിഞ്ഞ രാത്രി കൊച്ചിൻ കോർപ്പറേഷൻ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗ്രേസി ജോസഫിന് കുത്തേറ്റ കേസാണ്. മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഗ്രേസി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഗ്രേസി. കുടുംബത്തിന് പരാതിയില്ലെങ്കിലും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഗ്രേസിയുടെ മകൻ ഷെഫിൻ ജോസഫ് ഒളിവിലാണ്. ഇയാൾ ലഹരിക്കടിമയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇവിടെ ഈ ഗ്രേസി ജോസഫിന് ഇന്നലെ രാത്രിയാണ് മകന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. അപകടത്തിൽ തരണം ചെയ്തിട്ടുണ്ട്, ആശ്വാസകരമായ കാര്യം. പക്ഷേ
എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? എന്തിനാണ് മകൻ ഈ അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്? ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു തർക്കം നേരത്തെയും തന്നെ ഉണ്ടായിരുന്നു. പല കാരണങ്ങളെ തൊഴിൽ വീട്ടു കാരണങ്ങളെ തൊഴിൽ തന്നെയുള്ള പല തർക്കങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ഈ തർക്കങ്ങൾ വലിയ രീതിയിലേക്ക് ഒച്ചപ്പാടുകളിലേക്കും ബഹളങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും. അതിൻ്റെ ഒരു പാരമ്യത്തിലായിരുന്നു ഇന്നലെ അത് സംഭവിക്കുകയും ചെയ്തത്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നൊരു വിവരം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇവർക്ക് സ്വന്തമായുള്ള ഈ കടയിൽ വെച്ചാണ് ഈ തർക്കം വരികയും പിന്നീട് കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് ഇവരെത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് വിദഗ്ധ ചികിത്സയടക്കം നൽകാനായിട്ട് സാധിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഒരു ആശ്വാസത്തിനും കാരണം ഇവർ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സംസാരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും അപകടനില പൂർണ്ണമായും തരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. ഇതിൽ പരാതിയില്ല എന്നതാണ് കുടുംബം അതോടൊപ്പം തന്നെ മറ്റുള്ളവരും തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ കേസെടുക്കുക, FIR ഇട്ട് മുന്നോട്ട് പോകുക, അത്തരം നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇതിൽ ഇയാളോട് ഇത്തരം കാര്യങ്ങൾ ഇതൊരു ക്രമസമാധാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് മകനെ രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും ഈ കുടുംബം പരാതിയില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലെ മക്കളുടെ ആക്രമണത്തിന് ഇരകളായ, അതായത് ലഹരിക്കടിമകളായ യുവാക്കളുടെ ആക്രമണത്തിന് ഇരകളായ നിരവധി മാതാപിതാക്കളുടെ അമ്മമാരുടെ വാർത്തകൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. അവരെ ഇപ്പോൾ തന്നെ, അതായത് ഒരു ലഹരിയുടെ പൂർണ്ണമായ അടിമത്തിലേക്ക് പോകുന്നതിന് മുൻപേ തിരികെ മക്കളെ അതിലേക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളുടെ, സമൂഹത്തിൻ്റെ, പോലീസിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് നിയമപരമായി മുന്നോട്ട് പോകുന്നത്. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ലഹരി കേസുകളിൽ മുൻപ് പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഈ യുവാവ്? അതാണ് പോലീസ് അന്വേഷിക്കുന്നത്. പോലീസ് ഇപ്പോൾ വീട്ടുകാർ സ്വാഭാവികമായും അവരുടെ കുടുംബത്തിൽ നടന്നൊരു ബഹളം അത് ഈ രീതിയിലായി എന്നതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും പോലീസിന് ഇതിൽ വസ്തുതാപരമായ രീതിയിൽ തന്നെ ഇതിൽ ഏതെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പോലീസ് ഇത് അന്വേഷിക്കുന്നത്. ഇയാൾക്ക് മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഇതുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് പ്രാഥമികമായ രീതിയിൽ വിവരശേഖരണം നടത്തും. എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോയി, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ തീർച്ചയായും പോലീസിനോട് വിശദീകരിക്കുകയും വേണം. ടോം ചോദിച്ചതുപോലെ മറ്റേതെങ്കിലും കേസുകളും കാര്യങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ അത് സംബന്ധിച്ചൊരു കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലിരിക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ച് കുടുംബം ഇതിൽ ഇവർക്ക് പരാതിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇയാൾ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക അല്ലെങ്കിൽ വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ പോലീസ് നടപടിയെ നേരിടുക അല്ലെങ്കിൽ നടപടികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കുക എന്നത് ഉദ്ദേശത്തോടു തന്നെയാണ് നിലവിൽ കേസുകളില്ല എന്ന്, തങ്ങൾക്ക് പരാതിയില്ല എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഇയാൾ തിരിച്ചു വരാൻ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിലെ ഒരു തുടർ നടപടികളിലേക്ക് പോലീസ് പോയില്ല എങ്കിൽ കൂടിയും ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ തേടും. എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോയി, അതോടൊപ്പം തന്നെ എന്താണ് ഈ ലഹരിക്കടിമയായി എന്ന വിവരങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ എന്താണ് നിലവിലത്തെ ഒരു അന്തരീക്ഷം, ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുമായുള്ളൊരു സഹവർത്തിത്വവും കാര്യങ്ങളുമെല്ലാം ഏതെങ്കിലും കേസിലേക്ക് വഴിവെച്ചിട്ടുണ്ടോ, അത്തരം തർക്കങ്ങൾ വീട്ടിൽ നടന്നിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇയാൾ ഒളിവിലാണ്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ രാത്രിയിലാണ് ഗ്രേസി ജോസഫിന് നേരെ, മുൻ നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗ്രേസി ജോസഫിന് നേരെ മകൻ്റെ ആക്രമണമുണ്ടായത്. 1 ഉം 5 ഉം വയസ്സുള്ള 2 പിഞ്ചു മക്കൾ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ അമ്മയ്ക്ക് നേരെ, അതായത് ഭാര്യയ്ക്ക് നേരെ ഭർത്താവിൻ്റെ ആക്രമണം, അതിനുശേഷം യുവാവിൻ്റെ ആത്മഹത്യ. കാസർഗോഡ് കുറ്റിക്കോലിലാണ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത്. കുറ്റിക്കോലിലെ ഓട്ടോ ഡ്രൈവർ സുരേഷാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം.
ഈ മുറി, അതായത് മക്കൾ ഉറങ്ങിക്കിടക്കുന്ന മുറി പുറത്തു നിന്നും പൂട്ടിയ ശേഷമാണ് സുരേഷ് ഭാര്യയെ ആക്രമിച്ചത്. ബേഡകം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇവിടെ അനാഥരാകപ്പെട്ടത് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 1ഉം 5ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. എന്താണ് ആ വീട്ടിൽ, കുറ്റിക്കോലിലെ വീട്ടിൽ സംഭവിച്ചത്? അതെ ടോമേ, ഇന്ന് പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. അതായത് ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ പയന്തങ്കാനത്തെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ പ്രവാസിയും ഇപ്പോൾ കുറ്റിക്കോൾ ടൗണിൽ ഓട്ടോ ഓടിക്കുകയും ചെയ്യുന്ന ആളാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തത്. അതായത് ഇന്ന് പുലർച്ചെ 4:30 ഇദ്ദേഹം ഈ 2 മക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവരുടെ മുറി പുറത്തുനിന്നും പൂട്ടിയതിനു ശേഷം ഈ ഭാര്യയുടെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതായത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹം ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഈ സിനി എന്ന് പറയുന്ന ഈ സുരേന്ദ്രന്റെ ഭാര്യ കുതിരി ഓടുകയും പിന്നീട് തൊട്ട് അയൽ വീട്ടിലെത്തി ഈ കാര്യം വ്യക്തമാക്കുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമാണ്. കഴുത്തിനാണ് ഇവർക്ക് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുള്ളത്. പിന്നീട് ഈ നാട്ടുകാർ വീട്ടിലെത്തി ഇതിന്റെ മുറിക്കകത്ത് പരിശോധന നടത്തുമ്പോഴാണ് ഈ കോണിപ്പടിയുടെ ആ സൈഡിൽ ഈ ഇദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഏതായാലും ഇയാൾ അവിടെ നിന്ന് തന്നെ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. ഇതിൽ പോലീസ് പറയുന്നത് കുടുംബ വഴക്ക്, അതായത് കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സിനിയുടെ മൊഴി, വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും ഇവർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴിയെടുക്കാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഇവരുടെ മൊഴി കൂടുതലെടുത്താൽ മാത്രമേ ഇതിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയാൻ പറ്റൂ. എന്തായാലും ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായിരിക്കുന്ന ഒരു സംഭവം ആണ്, അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് കാസർഗോഡ് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, അതായത് ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തൊട്ടടുത്ത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായത്. സമാനമല്ല, അതൊരു കുടുംബത്തിലെ അച്ഛനും അമ്മയും 2 മക്കളും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഈ ആസിഡ് കഴിച്ചാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴും അതിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല. ഒരു കുടുംബ പ്രശ്നം തന്നെയാണ് എന്ന് മാത്രമേ അതിൽ പുറത്തു വരുന്നുള്ളൂ. പക്ഷെ അതിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കാരണം കുടുംബത്തിലെ പല വീടുകളിലും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും മക്കളുടെ മുന്നിലിട്ട് പോലും അവരുടെ അമ്മയെ ക്രൂരമായി ആക്രമിക്കുന്ന, കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ ഇത് നേരിട്ട് കാണേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഏറെ വേദന തോന്നുന്നത്. ബൈജു, ഈ സുരേഷും ഭാര്യ സിനിയും തമ്മിൽ ഇങ്ങനെ പതിവായി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇതിനു മുൻപ് ഏതെങ്കിലും ഇതിലുള്ള ആക്രമണം ഭാര്യയ്ക്ക് നേരെ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണോ? ഇദ്ദേഹത്തിന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. ഓട്ടോ ഡ്രൈവറാണ്. ഇദ്ദേഹം മുൻ പ്രവാസിയാണ്. ഇവർ തമ്മിൽ അങ്ങനെ വലിയ ഒരു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി നാട്ടുകാർക്ക് അത്ര വിവരങ്ങളില്ല. നാട്ടുകാർ അത്തരത്തിൽ പറയുന്നില്ല. ഒരു പക്ഷെ വളരെ നിസ്സാരമായ കാരണങ്ങളായിരിക്കാം ഇത്തരത്തിൽ പല ആത്മഹത്യാ സംഭവങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നിസ്സാരമായ പ്രശ്നം ഒരു പക്ഷേ മൂന്നാമതൊരാളോട് അല്ലെങ്കിൽ ഒരു പുറത്തൊരാളോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാതെ ശ്രമിക്കാതെ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണത അത് വർദ്ധിച്ചു വരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ഇയാളെ ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം അത് എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഭാര്യയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹം ക്രൂരമായി ഇത്തരത്തിൽ കഴുത്തിന് തന്നെയാണ് കുത്തുന്ന സാഹചര്യം, കത്തിയെടുത്ത് വെട്ടുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ പരിക്കാണ് ഇവർക്കുള്ളത്. ഇവർ ഭാഗ്യം കൊണ്ടാണ് അവിടെ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതും. ഉടൻ തന്നെ അയൽവാസികൾ എത്തുകയും അവരാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാനായി. മാത്രമല്ല, ഇത് പുലർച്ചെയാണ്, 4:30 ആ സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വീട്ടിനകത്ത് വെച്ച് ഇത്തരം സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് പുറത്തറിയില്ലായിരുന്നു, ഈ ഭാര്യ കൂടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഈ മക്കളെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 മക്കളുടെയും മുറി പുറത്തുനിന്നും പൂട്ടി അതിനുശേഷം ഭാര്യയെ ഇത്തരത്തിൽ ആക്രമിച്ച് ഇയാൾ ജീവനെടുക്കുകയായിരുന്നു. ഒരു പക്ഷേ ഭാര്യ മരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് കരുതിയായിരിക്കും ഇദ്ദേഹം ഈ തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഭാര്യയുടെ മൊഴി കൂടുതൽ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് പോലീസ് ശ്രമിക്കുകയാണ്. ഇവരെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെങ്കളയിലെ ഒരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേട്ടോ. വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ പോലീസുകാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ അല്ലെങ്കിൽ നിരപരാധികളെ കള്ളക്കേസ് കുടുക്കി അവരെ മർദ്ദിച്ച സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്.
ഇനി കോട്ടയം സ്വദേശി ഒരു പ്രദീപ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിക്കുന്ന പോലീസ് ക്രൂരതയുടെ ഒരു നേർസാക്ഷ്യമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. പോലീസ് എടുത്ത കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു അച്ചടക്ക നടപടിയുമില്ല. കോട്ടയം സ്വദേശി പ്രദീപിനെതിരെ 2014 ആറന്മുള സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. വ്യാജ കേസെടുത്ത ആറന്മുള CI ദിലീപ് ഖാനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. വ്യാജ കേസിൽ 21 ദിവസം ജയിലിൽ കഴിഞ്ഞതോടെ അടുത്ത ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ ആയെന്നും പ്രദീപ് പറയുന്നു. 2014 ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ധാരാളം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ കമ്മീഷനും ലാഭവിഹിതമൊക്കെ ആയിട്ട് ഏകദേശം ഒരു 5 കോടി രൂപയുടെ അടുത്ത് കിട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ തരേണ്ട സമയത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് പൈസ തരേണ്ട ആൾ, അതൊരു ബിജു മാത്യു എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ്. അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു RBIയിലെ ജോലിക്കാരനുണ്ട്, പളനിസ്വാമി. ഈ പളനിസ്വാമിയുടെ ഫ്രണ്ടും അവർ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് വിൻസെൻ്റ് പോൾ എന്ന് പറഞ്ഞ് വിൻസെൻ്റ് പോൾ സാറ്. അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് പത്തനംതിട്ട SP രാഹുൽ R നായരെ ബന്ധപ്പെട്ട് അദ്ദേഹം കോഴഞ്ചേരി CI ആയിട്ടുള്ള ദിലീപ് ഖാനോട് പറഞ്ഞ് എന്നെ ഒരു വ്യാജ പരാതിയിൽ കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു. എൻ്റെ വീട് റെയ്ഡ് നടത്തി എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകൾ, കമ്പ്യൂട്ടർ, ഫോണ് ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ 21 ദിവസം റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഞാൻ ജാമ്യത്തിലിറങ്ങി. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രി അത് അനന്തകൃഷ്ണൻ സാറ് ADGP ആയിട്ടുള്ള അന്നത്തെ അനന്തകൃഷ്ണൻ സാറിന് ആ ഫയൽ ഫോർവേഡ് ചെയ്തിട്ട് അനന്തകൃഷ്ണൻ സാറ് അത് KG സൈമൺ എന്ന് പറഞ്ഞ SP കൊടുത്ത് അദ്ദേഹം അന്വേഷിച്ചിട്ട് ഈ കേസ് ഫോൾസ് കേസായിട്ട് റിപ്പോർട്ടായി. കേസായിട്ട് റിപ്പോർട്ടാകാൻ അവരുടെ പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് ചെക്ക് മോഷ്ടിച്ച് ഒപ്പിട്ട് 51 ലക്ഷം രൂപ എഴുതി എടുത്തു എന്നായിരുന്നു കേസ്. ആ കേസിൽ അത് ഫോറൻസിക്കിന് വിട്ടപ്പോഴത്തേക്ക് ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ ആ ചെക്ക് വ്യാജമല്ല, അത് കറക്റ്റായിട്ടുള്ള ചെക്കായിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പം ആ എമൗണ്ട് പോലും അവർ എൻ്റെ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയി. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 2014 നടന്നൊരു വ്യാജ കേസിനെ കുറിച്ചാണ് കോട്ടയം സ്വദേശി പ്രദീപ് പറയുന്നത്. പക്ഷേ അത് കള്ളക്കേസാണെന്ന് അറിഞ്ഞു. പോലീസുകാർക്കെതിരെ വ്യാജ കേസിൽ പ്രദീപിനെതിരെ നടപടിയെടുത്ത പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ശുപാർശ ഉണ്ടായിട്ടും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്താണ് അന്ന് പ്രദീപിന് സംഭവിച്ചത്? ഇപ്പോൾ ആ കേസിൻ്റെ അന്വേഷണം, അതായത് പോലീസുകാർക്കെതിരായിട്ടുള്ള പരാതിയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? അന്വേഷണം പൂർത്തിയായി ടോം. അതാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ADGP DGPക്ക് കൊടുത്ത റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മൾ കാണിക്കുകയും ചെയ്യുന്നത്. അതിലാണ് ഈ കേസ് പരിപൂർണമായും ഫോൾസ് കേസാണ്, വ്യാജ കേസാണ് എന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ പരിപൂർണമായും യാതൊരു തെളിവുമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തത് എന്നതടക്കം ADGP ക്രൈംബ്രാഞ്ച് DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എടുത്ത് പറയുന്നുമുണ്ട്. ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ CI ദിലീപ് ഖാൻ ചെയ്തത് ഈ FSL ലാബിൽ നിന്ന്, ഫോറൻസിക് ലാബിൽ നിന്ന്, ഇതൊരു ചെക്ക് കേസാണല്ലോ, അതായത് ഈ ഉടമയുടെ ചെക്ക് മോഷ്ടിച്ച് ആ ചെക്ക് കൊണ്ട് സ്വന്തമായി പ്രദീപ് ഒപ്പിട്ട് 55 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് ബിജു മാത്യു എന്ന കോഴഞ്ചേരി സ്വദേശിയായ ഉടമയുടെ പരാതി. അത് എടുത്തുകൊണ്ടാണ്, ആ പരാതി എടുത്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അറസ്റ്റ്, അവിടെ നിന്ന് പണമടക്കം കണ്ടുകെട്ടുന്ന നിലയും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. പക്ഷേ പിന്നീട് ഇതിന് യാതൊരു തരത്തിലുള്ള തെളിവില്ല, ഇങ്ങനെ തട്ടിയെടുത്തു എന്നുള്ള തെളിവില്ല. മാത്രമല്ല, ഫോറൻസിക് ലാബിൽ നടന്ന പരിശോധനയിൽ ഇത് ഒപ്പിട്ടത് ബിജു മാത്യു തന്നെയാണ്, അതായത് ഒറിജിനൽ ഒപ്പാണ് എന്ന് കണ്ടെത്തുന്ന റിസൾട്ടാണ് വന്നത്. ശാസ്ത്രീയ പരിശോധന ഫലമടക്കം പ്രദീപിന് അനുഗുണമായി മാറി എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് ഫലത്തിൽ ഈ ഒരു കേസ് പ്രദീപിന് അനുകൂലമായി പോലീസ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം വരുന്നത്. അപ്പോൾ ഇതൊന്നും കാത്തു നിൽക്കാതെയാണ് കുറ്റപത്രം ദിലീപ് ഖാൻ സമർപ്പിച്ചത് എന്നുള്ളതാണ് ADGP
DGPക്ക് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ KG സൈമൺ എന്ന നമുക്കറിയാം പ്രശസ്തനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കൂടത്തായി കേസൊക്കെ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് അത് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ചിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ളതാണ് പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിൽ ADGP DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച് നമുക്ക് മനസ്സിലാകുന്നത് അടിമുടി ഒരു വ്യാജമായ കേസ് എന്നതിൽ വളരെ കൃത്യമായി എഴുതുന്നുണ്ട്. ഈ പരിശോധന, അറസ്റ്റ്, റെയ്ഡുകൾ ഇതെല്ലാം ഫലത്തിൽ യാതൊരു അശ്രദ്ധ, യാതൊരു സത്യസന്ധതയും ഇല്ലാതെയാണ് ചെയ്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ CA ദിലീപ് ഖാനെതിരെ നടപടി വേണം എന്നുള്ളതാണ് ADGP DGP കൊടുത്ത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് പോലീസ് ഈ ഫോൾസ് കേസാണെന്നുള്ള റിപ്പോർട്ടൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസ് അവസാനിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അന്ന് അക്കാലത്ത് നമുക്കറിയാം പണത്തിന് വലിയ നിയന്ത്രണം ഉള്ള കാലമല്ല. ഈ എത്ര പണം വേണമെങ്കിലും കയ്യിൽ വെക്കാവുന്നൊക്കെ സാഹചര്യ രേഖകൾ ഇപ്പോഴാണല്ലോ വളരെ കൂടുതൽ ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ വേണ്ടത്. പക്ഷെ അന്ന് കയ്യിലുണ്ടായിരുന്ന പണമടക്കം ഈ റെയ്ഡിനിടെ ദിലീപ് ഖാൻ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഫലത്തിൽ പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുതന്നെയായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം, ശാസ്ത്രീയ പരിശോധന ഫലമടക്കം പ്രദീപിന് അനുകൂലമായി വന്നു. പക്ഷേ പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ദിലീപ് ഖാനെതിരെ ഇപ്പോഴും സർവീസിൽ തുടരുന്ന സാഹചര്യം മറ്റുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രദീപിന് തൊട്ടിപ്പുറത്ത് പ്രദീപിന്റെ ഗുരുതരമായിട്ടുള്ള ആരോപണം. അങ്ങനെ പണമൊക്കെ ഈ പ്രദീപിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അനധികൃതമായി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി വേണ്ടതാണ്. ഇതുപോലുള്ള ഉദ്യോഗസ്ഥര് ഈ സേനയിലുള്ളതാണ്, കേരള പോലീസിന് നാണക്കേടായിട്ടുള്ളത്. പക്ഷേ ഇതുകൂടാതെ ഈ പ്രദീപിനെതിരായിട്ടുള്ള കേസ് കൂടാതെ ഈ ദിലീപ് ഖാനെതിരെ മറ്റേതെങ്കിലും പരാതികളുണ്ടോ? ഏതെങ്കിലും നടപടികൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണോ ഈ ഉദ്യോഗസ്ഥൻ? നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അത്തരത്തിൽ വിവരങ്ങളില്ല ടോം. എന്തായാലും ഇയാളിപ്പോഴും സർവീസിൽ തുടരുന്ന സാഹചര്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, രാവിലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലൊക്കെ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് ഈ 21 ദിവസം ഒരാൾ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് മതിയായ നഷ്ടപരിഹാരം അടക്കം ഈ വ്യാജ കേസെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് ചുമത്തേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പല ഉദ്യോഗസ്ഥരും അടക്കം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം പോലും പ്രദീപിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ നഷ്ടപരിഹാരം പണമായി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, കുടുംബത്തെ സംബന്ധിച്ച് പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വിഷമകരമായ സാഹചര്യം, ഒരാൾ ഒരിക്കൽ പ്രതിയായാൽ, അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞാൽ അയാൾ എക്കാലത്തും പ്രതിയാണ് സമൂഹത്തിന് മുന്നിൽ. അയാൾ ഒരു തരത്തിലും ഫലത്തിൽ പിന്നീട് ആരും അയാളെ വിശ്വസിക്കില്ല. ഈ റിപ്പോർട്ട് വന്നു, റിപ്പോർട്ട് ആരെങ്കിലും വായിച്ചു നോക്കുവോ, ഇത് സംബന്ധിച്ചുള്ള കാര്യമായ വാർത്തകൾ വരികയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം സമീപകാലത്ത് എത്ര പോക്സോ കേസുകൾ, അതല്ലാതുള്ള കേസുകളിലൊക്കെ നിരപരാധികളായ ആളുകൾ ദിവസങ്ങളോളം ജയിലിൽ കിടക്കുന്ന സാഹചര്യം സമീപ ദിവസങ്ങളിൽ നമ്മൾ പലതും റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പ്രദീപും ഏതാണ്ട് 21 ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ ഈ വിൻസെന്റ് എം പോളിന്റെയും രാഹുൽ ആർ നായരുടെയൊക്കെ പേരാണ് പറയുന്നത്. കാരണം ഈ ബിജു മാത്യു എന്ന വ്യവസായിക്ക് അത്രയധികം ഉന്നത ബന്ധങ്ങളുണ്ട്. അവരൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ കേസ് എടുത്തതെന്ന് പറയുന്നു. അവർക്കെതിരെ പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എന്തെങ്കിലും പരാമർശങ്ങളില്ല. പക്ഷെ ദിലീപ് ഖാനെതിരെ നടപടി എടുക്കണമെന്നുള്ള സൂചനകൾ, നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഇപ്പോഴും സ്വൈര്യമായി പോവുകയാണ്. നഷ്ടമുണ്ടായത് ഫലത്തിൽ പ്രദീപിനാണ്. ഇത് ഇന്നും പ്രദീപിന് തന്നെയാണ്. അതാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചത്. നഷ്ടം സംഭവിച്ചത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രദീപ് എന്നൊരു വ്യക്തിക്ക് മാത്രമാണ്. ഇപ്പോഴും ഈ പ്രദീപിനെ വേട്ടയാടിയവർ സർവീസിൽ തുടരുന്ന ഉന്നതമായ പദവികളിൽ അവർ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഉദ്യോഗസ്ഥൻ CI ദിലീപ് ഖാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. തനിക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് റാപ്പർ വേടൻ. ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോഴായിരുന്നു വേടന്റെ പ്രതികരണം. ലൈംഗിക അതിക്രമ കേസിൽ വേടനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിട്ടുണ്ട്. കാര്യങ്ങൾ നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ തെക്കും തിരക്കും കേസൊക്കെ ഒന്ന് കഴിയട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാൻ പറ്റും. ഗൂഢാലോചന സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ലായിരിക്കില്ല ഗൂഢാലോചനയുടെ കാര്യത്തിൽ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും സംശയമുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം വന്ന് പറയുന്നത്. ആദ്യം ഈ തിരക്കൊന്ന് കഴിയട്ടെ. ഒന്ന് കടന്നോട്ടെ. മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വേടനെ വിളിപ്പിക്കുമെന്നാണ് സെൻട്രൽ പോലീസ് വ്യക്തമാക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴി ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകും. കേസിൽ വേടൻ
വേടന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, വേടൻ പറയുന്നത് ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ അതാരാണ് അതിന് പിന്നിലെന്നും കൂടി അയാൾ പറയണം. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. വേടൻ ഒരു പെൺകുട്ടിയെ മാത്രമല്ലല്ലോ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുള്ള. ഒരു ഡോക്ടറുണ്ട്, ഗവേഷക വിദ്യാർത്ഥിനിയുണ്ട്. അങ്ങനെ 3 പേരാണ് വേടനെതിരെ പരാതി നൽകിയ. ഒരു കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ? വേടൻ പറയുന്നത് ഈ ഒരു പരാതി തനിക്കെതിരെ അടുപ്പിച്ചു വരുന്ന ലൈംഗിക അതിക്രമ പരാതികൾക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്നാണ്. ഇന്നലെ വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വേടനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. അത് അന്വേഷിക്കണം, അത് പുറത്തു കൊണ്ടുവരണം, വേടന് നീതി വാങ്ങിക്കൊടുക്കണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് ആ ഒരു പരാതിയും. അതിലിനി ഏതു വിധത്തിലുള്ള ഒരു അന്വേഷണത്തിലായിരിക്കും ഉത്തരവിടുക എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. വേടൻ ഇന്ന് എറണാകുളം സെൻട്രൽ പോലീസിൽ ഹാജരായിട്ടുണ്ട്. രാവിലെ 10 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. ഈ ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ ചോദ്യം ചെയ്യൽ ഇന്ന് നടന്നത്. അതിൽ പരാതിയിൽ പറയുന്നത് ഈ ഒരു ദളിത് സംഗീത പ്രബന്ധവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി വേടനെ സമീപിക്കുന്നു. വേടൻ തന്റെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് കുട്ടിയെ ക്ഷണിക്കുകയും ചെയ്തു. 2020 കാലഘട്ടത്തിലാണ് ആ സമയത്ത് അവിടെ വരികയും അവിടെ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ആ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പെൺകുട്ടി ആദ്യം മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിയാണ് പിന്നീട് സെൻട്രൽ പോലീസിന് പരാതി കൈമാറിയത്. വേടന് ജാമ്യം ലഭിക്കുന്നതിനാൽ തുടർന്ന് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കില്ല. കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ 2 ദിവസം ചോദ്യം ചെയ്യലിന് വേടനെ വിളിപ്പിച്ചിരുന്നു. അത് യുവ ഡോക്ടറുടെ പരാതിയിലായിരുന്നു. അവിടെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന രീതിയിലേക്കായിരുന്നു. ഇന്ന് എന്തായാലും വിശദമായി ചോദ്യം ചെയ്തു. വേടന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. എന്തായാലും ആവശ്യമെങ്കിൽ ഈ മൊഴി, ഇന്ന് നൽകിയ മൊഴിയൊക്കെ വിശദമായി പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഇനി വീണ്ടും വിളിപ്പിക്കുമെന്നാണ് സെൻട്രൽ പോലീസിൽ നിന്നും അറിയിക്കുന്നത്. ഒരു കാര്യം കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടി ഗവേഷക വിദ്യാർത്ഥി അത് വിദേശത്താണ് പഠിക്കുന്നത്. ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘം കൂടി വ്യക്തമാക്കുന്നത്. എന്തായാലും തുടരായിട്ടുള്ള വേടന് എതിരായിട്ടുള്ള ഈ ലൈംഗിക വേടൻ പറയുന്നത് ഗൂഢാലോചന ഉണ്ടെന്നാണ്. പക്ഷെ വേടനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ. നേരത്തെ ആ ഡോക്ടറുടെ, യുവ ഡോക്ടറുടെ പരാതിയിൽ അവരും വേടനും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശത്തിന്റെ തെളിവുകൾ, അതോടൊപ്പം ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ, ഇതൊക്കെ കൃത്യമായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ വേടനെതിരെ വ്യക്തമായ തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, ഈ കോടതിയിലടക്കം ഈ ജാമ്യ ഹർജി, വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കോടതി പ്രധാനപ്പെട്ട ഒരു പരാമർശം 2 തവണ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലെല്ലാം കോടതി ആവർത്തിച്ച് പറഞ്ഞ ഒരു പരാമർശം എന്ന് പറയുന്നത് ഈ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം അത് എങ്ങനെയാണ് കുറ്റകരമാകുന്നത്, അത് പിന്നീട് എങ്ങനെയാണ് ബലാത്സംഗം ആകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നീട് ഈ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് വേടൻ ഈ പെൺകുട്ടിയുമായി അകലം പാലിക്കുകയും ചെയ്തിരുന്നു. അതിന് ഈ സമയത്ത് ഇവർ സൗഹൃദത്തിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ സ്നേഹത്തിലായിരുന്ന സമയത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. വേടൻ ആ രീതിയിൽ തന്നെയാണ് ഹർജിയിലും മുൻ കോടതിയെ ബോധിപ്പിച്ചത്. ഇതിൽ ഗൂഢാലോചനയുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സൗഹൃദത്തിലായിരുന്നു. പിന്നീട് ഈ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി വേർപിരിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇതൊരു പീഡന പരാതി അല്ലെങ്കിൽ ബലാത്സംഗ പരാതിയായി നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമായിരുന്നു വേടന്റെ അഭിഭാഷകരും കോടതിയിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത്. വേടൻ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ്. ആരാണ് ഇതിന് പിന്നിൽ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഗൂഢാലോചന എന്നുള്ളത് താൻ വഴിയെ പറയും. ഇപ്പോൾ കേസ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതേ ഉള്ളൂ. അത് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ വേടനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതികൾ അത് ഗൗരവമുള്ളതാണ്. പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. CPM നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയായെന്നും ടോപ്പ് ക്ലാസുമായാണ് AC മൊയ്തീന്റെ ഡീലിംഗ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ശബ്ദരേഖയിലുണ്ട്.
സേവിയറാട്ടം വളരെ ആംബിഷ്യസ്, അല്ലെങ്കിൽ രാമേന്ദ്രേട്ടൻ വളരെ ആംബിഷ്യസ്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, സാമ്പത്തികം അത്യാവശ്യം അല്ല ചെറിയ വീടാണ് വീട്ടിൽ വേണ്ടി. അല്ല കാശുണ്ടോ? ഇപ്പൊ CPM ഇത് ഘട്ടം കഴിഞ്ഞ ഇവരെ കാശ് വരും. ഞാൻ ഉദ്ദേശിച്ചത് ആൾക്ക് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞാൽ CPM ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടാവില്ല. അതൊരു ഘട്ടം കഴിഞ്ഞാൽ ഇവരുടെ ലെവല് മാറും, ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ. അപ്പൊ നമ്മളിപ്പോ പിരിവെടുത്തപ്പോ ഞാൻ ഏരിയ സെക്രട്ടറി മാക്സിമം പിരിവെടുത്തൊരു 5000 15,000 മാസം. ജില്ല വരേണ്ടത് 25,000, പാർട്ടി കമ്മിറ്റി വരെ 75,000, 1 ലക്ഷം. അപ്പൊ നമ്മുടെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കും. അതെല്ലാവരും അല്ലാണ്ട് എന്റെ അറിവിലാരും അല്ല കേരള അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇത് CPM-നെ സംബന്ധിച്ച് CPM-നെ വെട്ടലാക്കുന്നൊരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. പല നേതാക്കൾക്കെതിരെയും ഗുരുതരമായ ആരോപണം ഈ DYFI ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖയിലുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ശബ്ദരേഖയാണെന്ന് പറയുമ്പോഴും ഇത് എന്താണ് സംഭവിച്ചത്? ഇതെങ്ങനെയാണ് ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നത്? ടോം, തൃശ്ശൂരിൽ നിലനിൽക്കുന്ന പ്രത്യേകിച്ച് CPM-ന്റെ യുവജന സംഘടനകൾക്കിടയിൽ രൂക്ഷമായ രീതിയിലുള്ളൊരു വിഭാഗീയത നിലനിൽക്കുന്നു എന്നതാണ് പറയുന്നത്. അതിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ, ചില എതിർചേരികൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സംഭാഷണം നടക്കുന്നതും അത് വളരെ ബോധപൂർവം അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും പിന്നീട് അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ആ സംഭവത്തിൽ കൃത്യമായ കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഇതുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ ചെറുതല്ല. കാരണം CPM പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഇത്രയ്ക്കധികം ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്ന, പ്രത്യേകിച്ച് സാമ്പത്തികമായ തിരിമറിയിൽ, സാമ്പത്തികമായ പ്രശ്നത്തിൽ CPM ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, പലരും പ്രതികളാക്കപ്പെടുക, പലരും കേന്ദ്ര ഏജൻസികൾ വഴി ചോദ്യം ചെയ്യപ്പെടുകയും എല്ലാം ചെയ്തൊരു പശ്ചാത്തലം തൃശ്ശൂർ സംബന്ധിയായ കാര്യങ്ങളിലുണ്ട്. അവിടെ നിന്നാണ് ഇത്തരമൊരു ശബ്ദരേഖ വന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗൗരവതരമായ വസ്തുത. ഇതിൽ കൃത്യമായ പേരുകൾ സഹിതമാണ് പറയുന്നത്. അവരുടെ തുടങ്ങിയത് എങ്ങനെയാണ്, ഇപ്പോൾ അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, ഇതെല്ലാം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രവുമല്ല, CPM എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിരിവ് നടത്തുമ്പോൾ പ്രാദേശിക നേതാക്കൾക്ക് എത്ര കിട്ടുന്നു, അവർ കുറച്ചുകൂടി ഏരിയ കമ്മിറ്റിയിലേക്ക് വന്നാൽ അവർക്ക് എത്ര വെച്ച് വാങ്ങിക്കാൻ കഴിയും, ജില്ലാ നേതാക്കൾക്ക് എത്രയാണ്, ഇതെല്ലാം ഒരു സ്ലാബ് സമ്പ്രദായം പോലും ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ സംഭാഷണം സമർത്ഥിക്കുന്നത്. അതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുമ്പോൾ പ്രഥമമായിട്ട് തന്നെ മുൻ മന്ത്രിയും അതോടൊപ്പം തന്നെ വളരെ സമുന്നത നേതാവുമായ AC മൊയ്തീൻ്റെ അടക്കം പേരുകൾ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നു. MK കണ്ണൻ മുൻ MLA ആണ്, അതോടൊപ്പം തന്നെ കേരള ബാങ്കിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെല്ലാം തന്നെ അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെയാണ്, കപ്പലണ്ടി വിറ്റ് നടന്നു, ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു, കോടീശ്വരനായ എന്നെല്ലാം തന്നെ പറയുന്നു. അപ്പോൾ ഇത് കേവലം ഒരു സംഭാഷണം എന്നതിനപ്പുറം ഇന്നും പാർട്ടിക്കകത്ത് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിപ്പോൾ കുറച്ച് നാളുകൾ മുൻപ് റെക്കോർഡ് ചെയ്തതാണെന്ന് പറയുമ്പോൾ പോലും ഇതെല്ലാം യുവജന സംഘടനകൾക്കിടയിലും ചർച്ചയാവുന്നുണ്ട്. നേതാക്കൾ ഈ രീതിയിൽ പോകുന്നു എന്നതെല്ലാം തന്നെ. പക്ഷേ ഇത് ഗൗരവമായി തന്നെ പാർട്ടി നേതൃത്വം ഇതിനെ കാണുന്നുണ്ടോ? കാരണം ഇത് MK കണ്ണിനെതിരെ AC മൊയ്തീനെ കുറിച്ച് പരാമർശമുണ്ട്. മാത്രമല്ല നമുക്കറിയാം, ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിലെ പല ഉന്നത നേതാക്കളും പ്രതിപ്പട്ടികയിലുള്ളതാണ്. പലർക്കെതിരെയായിട്ടുള്ള നിർണായകമായിട്ട് പല തെളിവുകളും പുറത്തു വന്നതാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. CPM-ലെ ഈ പ്രാദേശിക തലത്തിൽ നിന്നുള്ള നേതാക്കൾ മുതൽ അങ്ങ് മേൽത്തട്ട് മുതലുള്ള നേതാക്കൾ വരെയും ഇങ്ങനെ പണം വാങ്ങുന്നു, അനധികൃതമായി പണം സമ്പാദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവരുടെയൊക്കെ സാമ്പത്തിക ഉറവിടം അടക്കം പരിശോധിക്കേണ്ടതല്ലേ? ടോമി, കരുവന്നൂർ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കരുവന്നൂർ വിഷയത്തിൽ കൂടുതൽ പേരും പ്രതികളാക്കപ്പെടുന്നത് കൂടുതലും പ്രാദേശിക നേതൃത്വത്തിലുള്ളവരാണ്. പ്രാദേശിക നേതൃത്വത്തിൻ്റെ തികഞ്ഞ അറിവോട്, കാരണം അതിൻ്റെ ഒരു മിനിറ്റ്സ്, കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ പ്രാദേശിക നേതൃത്വത്തിന് വളരെ കൃത്യമായൊരു ഇടപെടലും പങ്കാളിത്തവും എല്ലാം തന്നെ ഇതിലുണ്ടായിരുന്നു എന്നതാണ് പിന്നീട് വന്ന പ്രതിപട്ടികയും കാര്യങ്ങളും എല്ലാം തന്നെ തെളിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഇടപെടലും ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു.
ഈ രീതിയിലേക്ക് ഈ ഒരു പണപ്പിരിവും കാര്യങ്ങളും എല്ലാം നടന്നിരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ യുവ നേതാവിൻ്റെ സംഭാഷണത്തിൽ സമർത്ഥിക്കുകയും ചെയ്യുന്നത്. ED ഈ നേതാക്കളുടെ വീടുകൾ പലവട്ടം പരിശോധിക്കുകയും മണിക്കൂറുകൾ നീണ്ടുന്ന പരിശോധനകളടക്കം നടത്തുകയും ചെയ്തതാണ്. ഇതിൽ ഇപ്പോഴും തന്നെ പലരും ഈ പ്രതിപട്ടികയിലുള്ളവർ പോലും തന്നെ ഈ പരാമർശിക്കപ്പെട്ടു പോകുന്നവരെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു അന്വേഷണം സമഗ്രമായി വേണമെന്നത് തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നെയും ചോദ്യമാണ്. കാരണം അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു. നേരത്തെയും പല ക്രൈംബ്രാഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടും എങ്ങും എത്താതെ പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ ഗുരുതരമായ ആക്ഷേപങ്ങൾ വീണ്ടും ഉയരുകയാണ്. അതിപ്പോൾ ശബ്ദരേഖ പുറത്തു വരുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ ശരിയാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. CPM തീർച്ചയായും പ്രതിക്കൂട്ടിൽ തന്നെയാണ്. പഴയ ആരോപണമാണ് അല്ലെങ്കിൽ പഴയ ശബ്ദരേഖയാണെന്ന് ന്യായീകരിക്കുമ്പോഴും അത്തരം വാദങ്ങൾ ഉയർത്തുമ്പോഴും അത് CPM-ന് മേൽ ഈ ശബ്ദ സന്ദേശം ഒരു വലിയ ആക്ഷേപമായി തന്നെ ഉയരുന്നുണ്ട്. നേതാക്കളുടെ സാമ്പത്തിക ഉറവിടം അടക്കം പരിശോധിക്കേണ്ട വിഷയമാണ്. പാർട്ടി ഇനി എന്തായിരിക്കും ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുക, അത് കണ്ടറിയേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.